ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനം വിട്ടുവീഴ്ചകളാണെന്ന് പറയും. ഒരൊഴുക്കിന് മട്ടിൽ പറഞ്ഞു പോവുകയാണ് ആളുകൾ ചെയ്യുന്നത്. വിട്ടുവീഴ്ചകളാണ് പ്രധാനം. നമുക്കറിയാം ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകളാണ് വേണ്ടതെന്ന്. പക്ഷേ വിട്ടുവീഴ്ചകൾ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യം പ്രായോഗികമാക്കാനായിട്ട് പലപ്പോഴും വിട്ടുപോവുകയും ചെയ്യുന്നു. എന്താ വിട്ടുവീഴ്ചകൾ? നിങ്ങൾ ഡ്യൂ ക്രെഡിറ്റുകൾ, കൃത്യമായ ബഹുമതികൾ ആൾക്ക് കൊടുക്കാൻ തയ്യാറാവുക ആളുകൾക്ക്. കാരണം നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്നൊരു വ്യക്തി ശരിക്ക് ഉണ്ടായിട്ടുള്ളത് പല ആളുകളുടെയും സഹായം കൊണ്ടാണ്. പല ആളുകളുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, അതിൽ വിഹിതങ്ങളുണ്ട്. അതിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ സഹായിക്കുകയും നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെയും മറ്റ് ഭൗതികമായ സൗകര്യങ്ങളുടെ വികാസത്തിന് വേണ്ടി നമ്മെ വല്ലാത്ത രീതിയിൽ സഹായിച്ച ആളുകളുണ്ട്. അതൊക്കെ ആ ക്രെഡിറ്റുകളൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുത്തു പോവുക. അതിനെക്കുറിച്ച് ബോധമുണ്ടാവുക മാത്രമല്ല, അല്പം അതിനെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ബന്ധങ്ങളിൽ. പലപ്പോഴും തെറ്റിദ്ധാരണകൾ വരുന്നത് അത്തരം വിട്ടുവീഴ്ചകൾ, അത്തരം അവകാശ ബോധങ്ങൾ, അവകാശവാദങ്ങളോടുള്ള സമീപനങ്ങളിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനെയാണ് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചതെന്ന് ഒരാൾ ചോദിച്ചാൽ, ഇമ്പൾസീവായിട്ട് ആദ്യം വരുന്ന ഉത്തരം ഞാൻ സൈക്കിൾ ഒറ്റയ്ക്കാണ് പഠിച്ചതെന്നാണ്. സത്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണോ പഠിച്ചതല്ല. നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടാൻ പഠിക്കാൻ വേണ്ടി ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ കൂടെ ഓടിക്കരച്ച് പട്ടി പോലെ ആയ ആളുകളുണ്ടാവും. അതിൻ്റെ പേരിൽ ചെറിയ പരിക്കുകൾ പറ്റിയ ആളുകൾ പോലും ഉണ്ടാവും. അവരെയൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഞാൻ സൈക്കിൾ ഓട്ടാൻ പഠിച്ചത് ഒറ്റയ്ക്കാണ്. എൻ്റെ അച്ഛനിൽ സൈക്കിളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചേട്ടന് സൈക്കിളുണ്ടായിരുന്നു. സൈക്കിൾ ഞാൻ ദിവസവും തള്ളിക്കൊണ്ടിടക്കായിരുന്നു, ഒരു ദിവസം കയറി നിങ്ങൾ ഓടിച്ചു, അത്ര തന്നെ. ഇത് പറയുമ്പോൾ ശുദ്ധ നുണയാണ്. ഇത് ശരിക്കും ആരംഭമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഡ്യൂ ക്രെഡിറ്റുകൾ, അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാൻ, നമ്മളുടെ വളർച്ചയിൽ ഉണ്ടായ അവരുടെ വിഹിതങ്ങളുടെ അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു മനസ്സിൻ്റെ ലക്ഷണമാണിത്. ഞാൻ ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. പല കാര്യങ്ങളും അങ്ങനെയാണ്. ഞാൻ ഒറ്റയ്ക്ക് വടവെട്ടി, എല്ലാവരും പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്ന്. അങ്ങനെ ഒറ്റയ്ക്ക് വഴിവെട്ടി വരാൻ ആർക്കും സാധ്യമല്ല. ഒരുപാട് ആളുകളുടെ, കാരണം ജീവികളിൽ മനുഷ്യജീവിയാണ് ഏറ്റവും 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 എന്താ പറയുക, ബലഹീനനായത് മനുഷ്യജീവിയാണ്. മനുഷ്യ കുഞ്ഞാണ്. പ്രസവിച്ച് വീണ ഉടനെ ഒരു മൃഗത്തിൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ് ഓടി നടക്കും. എല്ലാ മൃഗങ്ങളുടെയും എല്ലാ ജീവികളുടെയും കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെയാണ്. പ്രസവിച്ച ഉടനെ എഴുന്നേറ്റ് ഓടി നടക്കുന്നതാണ്. അപൂർവം ജീവികളില്ലാതെ ഇല്ല. പക്ഷേ അറിയപ്പെടുന്ന മൃഗങ്ങളിൽ ഒരു വർഷമെങ്കിലും 2 വർഷമെങ്കിലും അനങ്ങാൻ പറ്റാതെ, പരസഹായമില്ലാതെ അനങ്ങാൻ പറ്റാതെ കിടക്കുന്നത് മനുഷ്യ കുഞ്ഞുങ്ങൾ മാത്രമാണ്. അപ്പോൾ അടിസ്ഥാനപരമായി തന്നെ നമ്മൾ ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് മാത്രം വളർന്നു വന്ന ആളാണ്. പിന്നെ എങ്ങനെയാണ് ഒരാൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വരുന്നത്? അപ്പോൾ അവിടെ തുടങ്ങുന്നത് നമ്മളുടെ സംഘർഷങ്ങൾ. ഒറ്റയ്ക്ക് വഴിവെട്ടി ഒന്നുമല്ല, ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങളിലൂടെ. അത് പിച്ച് നടക്കാൻ ചെറിയ പ്രായത്തിൽ മരുന്ന് കിടക്കുമ്പോൾ അപ്പികൂലിയവരാവാം, പിച്ച് നടക്കാൻ കൈപിടിച്ചവരാകാം, ഒന്ന് വഴിയിൽ പോകുമ്പോൾ തൊട്ട് വിളിച്ച് മോനെ അല്ലെ മോളെ എന്ന് കൊഞ്ചിച്ചവരാകാം, അധ്യാപകരാകാം, പിന്നീട് ജീവിതത്തിൽ കണ്ടുമുട്ടിയ പരശതം ആളുകളാകാം. ഇതൊന്നും ബോധപൂർവം ഓർമ്മിച്ച് കൊണ്ടു നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആവശ്യമായ സമയങ്ങളിലൊക്കെ നമ്മൾ ഓർമ്മിക്കണം. നമ്മൾ എന്ന് പറയുന്നത് ഒരു എംബോഡിമെൻ്റ് ഓഫ് സോ മെനി കോൺട്രിബ്യൂഷൻസ് ആണ്. ഒരുപാട് ആളുകളുടെ പല കാലങ്ങളിലെയും അറിഞ്ഞും അറിയാതെയുമുള്ള ചെറുതും വലുതുമായ ഒരുപാട് വിഹിതങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയിട്ടുള്ളത്. ഏതവസ്ഥയാണെങ്കിലും, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും. അപ്പം അത് വകവെച്ച് കൊടുക്കാൻ ഉള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. ഇത് മാത്രം മതി നല്ല ബന്ധങ്ങൾ ഉണ്ടാവാനും തുടർന്നു കൊണ്ടുപോകാനും. പലപ്പോഴും നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുക. ഓ, നീ എനിക്ക് എന്ത് ചെയ്തു? ഒരാൾ നിന്നെ ഞാൻ അല്ലടാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ അല്ലേടി ഈ അവസ്ഥയിൽ എത്തിച്ചെന്ന് ചോദിച്ചു. എവിടെ നമ്മൾ പറയും എന്ത് അവസ്ഥയിൽ എത്തിച്ചു? പിന്നെ നീയില്ല ഞാൻ മരിച്ചങ്ങ് പോകുമായിരുന്നു. ഇത് അച്ഛനോട് അമ്മോട് പോലും പറയുന്ന അവസ്ഥയുണ്ട്. സുഹൃത്തുക്കളോട്, സഹപാഠികളോട്, സഹോദരങ്ങളോടൊക്കെ ഈ ടോണിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കുക. ഇവരുടെയൊക്കെ സഹായം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തി. എന്തെല്ലാം ക്വാളിറ്റി നമ്മൾക്കുണ്ടെങ്കിലും, ചുറ്റുപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ വലിയ ക്വാളിഫിക്കേഷൻസ്, വലിയ ക്വാളിറ്റികൾ നമുക്കുണ്ടെങ്കിലും അത് നമ്മളുടേത് മാത്രമാണെന്ന് ഒരു കാരണവശാലും അവകാശപ്പെടാൻ പോകരുത്. അതിന് അവകാശപ്പെട്ട വിഹിതങ്ങൾ മറ്റവർക്ക് മനസ്സുകൊണ്ടെങ്കിലും കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നമ്മുടെ അപ്പിയറൻസിൻ്റെ പേരിലുള്ള ക്വാളിറ്റി ആകാം, നമ്മുടെ എഡ്യൂക്കേഷൻ്റെ പേരിലുള്ള ക്വാളിറ്റി ആവാം, നമ്മൾ വാരിക്കൂട്ടിയ സമ്പത്തിൻ്റെ പേരിലാകാം, അല്ല നമുക്ക് ഉണ്ടായ ഒരു സ്റ്റാച്ചുറിൻ്റെ ഒരു സ്ഥാനത്തിൻ്റെ പേരിലാകാം, എന്തിൻ്റെ പേരിലാണെങ്കിലും, നമ്മുടെ ആരോഗ്യമാകാം, എന്താണെങ്കിലും
എന്ത് അവസ്ഥകളും അത് അർഹമായ വിഹിതങ്ങൾ, ഡ്യൂ ക്രെഡിറ്റ്സ് ചുറ്റുപാട് നമുക്ക് ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും കണ്ടുകൂട്ടിയ ഉടനീളത്തിലുള്ള ജീവിത പന്താവിൽ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാനൊരു മടിയും വിചാരിക്കാതിരുന്നു കഴിഞ്ഞാൽ ബന്ധങ്ങൾ ഊഷ്മളമായി തുടരുന്നതാണ്. എല്ലാ ബന്ധങ്ങളും ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത്. നമ്മളായിട്ടത് വകവെച്ച് കൊടുക്കുമ്പോൾ അത് പ്രശ്നമേ അല്ല, ഒരു അപഹാസ്യമാവില്ല. നേരെ ഒരാൾ ഞാൻ ഇന്നതൊക്കെ ചെയ്തില്ലേ എന്ന് ഇങ്ങോട്ട് വിളിച്ചു പറയുമ്പോൾ അത് അപഹാസ്യമാവുകയും, എന്നാൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്നതൊക്കെ എനിക്ക് ചെയ്തു എന്ന് വകവെച്ച് കൊടുക്കുമ്പോൾ അത് ശ്ലാഘനീയമായൊരു ജസ്റ്ററായിട്ട് മാറുകയും ചെയ്യും. ബന്ധങ്ങൾ ഊഷ്മളമാവട്ടെ.